Okay, we'll see the equations for k-means clustering. So x is a pixel and it belongs to Cj of k. Cj ഒരു class ആണ്. Okay. അപ്പോൾ എക്സ് എന്തുകൊണ്ടാണ് സി ജെയിൽ വരുന്നത്? പല ക്ലാസ്സസ് ഉണ്ട്. സി ജെ, സി കെ, അങ്ങനെ ഓർ C1 C2 അപ് ടു സി കെ, അത്രയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എക്സ് എന്തുകൊണ്ടാണ് സി ജെയിൽ വരുന്നത്? ഇഫ് എക്സ് മൈനസ് ഇസഡ് ജെ ഓഫ് കെ. ഇസഡ് ജെ എന്താണ്? സെൻട്രോയിഡ് ആണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പിക്സല്. ഇപ്പം ഒരു കളർ ഗ്രീൻ കളറിന് നമ്മൾ ഗ്രീൻ കളറിലെ ഒരു പിക്സല് സെൻട്രോയിഡ് ആയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, സോ ഇഫ് എക്സ് മൈനസ് Zj of k is less than x minus Zi of k. Zi എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ക്ലസ്റ്റർ. എക്സിന്റെ ഡിസ്റ്റൻസ് Zj of k ആണ് ലെസ് എങ്കിൽ x belongs to Cj of k. ഇത് മനസ്സിലായോ? ഈ പടം നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ ഇതാണ് എക്സ്. ഇപ്പം എക്സ് എന്തുകൊണ്ടാ K1 ക്ലസ്റ്ററിൽ വരുന്നേ? കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് K1 is less than the distance between x and K2 or the distance between x and K3. The distance between x and K1 is the minimum, or the distance between x and K1 is less than the distance between x and K2 or x and K3. So x belongs to class C1 and K1 is the centroid of this class C1. Okay, so this is k-means clustering. This is how you classify the pixels to different classes. Okay, അപ്പൊ ഇങ്ങനെ എല്ലാ ഈ ഡേറ്റാ സെറ്റിലെ എല്ലാ പോയിന്റ്സും ഓരോ സെൻട്രോയിഡിന്റെ അടിയിൽ ക്ലാസിഫൈ ആയി. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കമ്പ്യൂട്ട് ദ ന്യൂ ക്ലസ്റ്റർ സെന്റേഴ്സ്. ഇപ്പം ഈ ബൗണ്ടറിയിൽ ചില പിക്സൽസ് ഉണ്ടാവും. സോ ടു അവോയ്ഡ് ദാറ്റ് യു കമ്പ്യൂട്ട് ദ ന്യൂ cluster centers Z of k plus 1, Zj of k plus 1, j equal to 1 to up to k, such that അതായത് ഓരോ ക്ലസ്റ്റർ സെന്ററും നമ്മൾ പുതിയ ക്ലസ്റ്റർ സെന്റർ, ഓരോ ക്ലസ്റ്റേഴ്സിലും പുതിയ ക്ലസ്റ്റർ സെന്റർ കണ്ടുപിടിക്കണം. such that the sum of the square distance from all points in Cj of k to the new cluster is minimized. The measure which minimizes this is simply the sample mean of Cj of k. Okay, അപ്പം ഈ സെൻട്രോയിഡ് എന്ന് പറയുന്ന സംഭവം എല്ലാ പോയിന്റ്സിന്റെയും സെൻട്രൽ, ഇപ്പൊ ഇതല്ലേ പോയിന്റ്സിന്റെ സെറ്റ്, ഇപ്പൊ ഇതൊരു അറ്റത്തല്ലേ നിൽക്കുന്നേ, ഇതിപ്പോ എല്ലാ പോയിന്റ്സിന്റെയും സെൻട്രൽ ആണെങ്കിലോ ഈ പോയിന്റ്സിന്റെ എല്ലാം ഡിസ്റ്റൻസ് ഈ K1-ഉമായിട്ടുള്ള ഡിസ്റ്റൻസ് മിനിമം ആകും, കൂടുതലും മിനിമം ആകും അല്ലേ? അപ്പം ഇത് സെൻട്രൽ ആക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ പോയിന്റ്സിന്റെ എല്ലാം പൊസിഷൻസിന്റെ ഒരു മീൻ എടുത്തിട്ട് ആ മീൻ വാല്യൂല് ഈ K1 വെക്കണം. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻ വിൽ കം സംവെയർ ഇൻ ദ മിഡിൽ ഓഫ് ദിസ്. ഓക്കെ, സോ അത് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതുന്നേ? Compute the new cluster centers Zj of k plus 1, j equal to 1 to up to k, such that the sum of the squared distance from all points in Cj of k to the new cluster is minimized. The measure which minimizes this is simply the sample mean of Cj of k. Okay, measure which minimizes this is simply the സാമ്പിൾ മീൻ ഓഫ് Cj of k. ഏത് ക്ലാസ് ആണെങ്കിലും ആ ക്ലാസ്സിലുള്ള പോയിന്റ്സിന്റെ എല്ലാം സാമ്പിൾ മീൻ എടുത്താൽ that will be the distance which minimizes the centroid to all other data points. So
ആ സാമ്പിൾ മീൻ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? Zj of k plus 1, that is the new centroid. നേരത്തെ ഉണ്ടായിരുന്ന സെൻട്രോയിഡ് Zj of k ആയിരുന്നു. ഇപ്പം Zj of k plus 1 equal to 1 by nj. Nj is the total number of data points in class Cj. And for every x belongs to Cj, Cj of k, Cj of k of x, summation of, അതായത് x ആണ് ഡേറ്റ പോയിന്റ്. ഓക്കെ, ഫോർ എവറി എക്സ് ബിലോങ്ങിങ് ടു Cj of k. Cj of k ആണ് ക്ലാസ്. You have to take the summation of every x which belongs to Cj of k. അതായത് summation of x belongs to Cj of k, and take the mean of that. That will give you the new centroid position. മനസ്സിലായോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് പറയണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കത്തില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നേ? കേൾക്കാവോ നിങ്ങൾക്ക് പറയുന്നതൊക്കെ? ഓക്കെ, സോ ഇത് മനസ്സിലായോ? New cluster center will be the mean of all the data points in the given class. So in the given class or cluster, അതായത് summation of x for all x belongs to Cj of k. That will be your new cluster center, and this we have to keep on repeating. Cluster center പല പ്രാവശ്യം മാറ്റണം. So what will be the final thing? The final value of the cluster center will be when the cluster center doesn't change any further. നമ്മൾ ഈ പുതിയ മീൻ എടുത്ത് പുതിയ ക്ലസ്റ്റർ സെന്റർ കണ്ടുപിടിക്കുമ്പം final cluster center should be in the position such that it doesn't change further. It has almost reached stability. That is, if Zj of k plus 1 is unchanged, the algorithm has converged and the procedure is terminated. ഇപ്പം വീണ്ടും ക്ലസ്റ്റർ സെന്ററിന്റെ പൊസിഷൻ ചേഞ്ച് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to go to step 2. വീണ്ടും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് മീൻ കണ്ടുപിടിച്ച് പിന്നെ വീണ്ടും പുതിയ ക്ലസ്റ്റർ സെന്റർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് എഴുതണം. ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവും ഇല്ലേ? 3 ക്ലസ്റ്റർ സെന്റേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എടുത്ത് എല്ലാ ഡേറ്റ പോയിന്റ്സും ഈ 3 ക്ലസ്റ്റർ സെന്റേഴ്സിനെ ബേസ് ചെയ്ത് അസൈൻ ചെയ്തു. അപ്പൊ നമുക്ക് 3 ക്ലാസ് ആയിട്ട് അത് കിട്ടി. പിന്നെ ഇതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് നമ്മൾ ക്ലസ്റ്റർ സെന്റേഴ്സിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി. എങ്ങനെയാ ക്ലസ്റ്റർ സെന്റേഴ്സിന്റെ പൊസിഷൻ? ക്ലസ്റ്റർ സെന്റർ എന്ന് പറയുന്നതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡിന്റെ പൊസിഷൻ എങ്ങനെയാ നമുക്ക് മാറ്റി കിട്ടുന്നത്? നമ്മൾ ഈ പോയിന്റ്സിന്റെ എല്ലാം ആവറേജ് എടുക്കും. ആവറേജ് എടുത്ത് കിട്ടുന്ന പൊസിഷനിലേക്കാണ് പുതിയ ക്ലസ്റ്റർ സെന്റർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത്? നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ ക്ലസ്റ്റർ സെന്റർ ഇവിടെ വരുമ്പം ഈ ഡേറ്റ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ആവും. അപ്പൊ പുതിയ പൊസിഷനിൽ വരും ഡേറ്റ പോയിന്റ്സ് എല്ലാം. ആ പുതിയ പൊസിഷൻസിന്റെ മീൻ വീണ്ടും എടുക്കണം. ദെൻ റീഅസൈൻ ദ ക്ലസ്റ്റർ സെന്റർ അഗെയിൻ. ഇനി ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പൊ എപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നമ്മൾ മീൻ എടുക്കുമ്പം ക്ലസ്റ്റർ സെന്ററിന്റെ പൊസിഷൻ പഴയ പൊസിഷനും തന്നെ ആണെങ്കിൽ, അതായത് cluster center's position doesn't change when you take the mean. ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഈ ക്ലസ്റ്ററിംഗ് അൽഗോരിതം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് k-means clustering.
Then what are the drawbacks of k-means algorithm? ഇത് ഡ്രോബാക്സ് എന്ന് പറയാനായിട്ട് നമുക്ക് ആദ്യമേ ക്ലസ്റ്റേഴ്സ് എത്ര വേണം എന്നുള്ളത് നമുക്ക് ഒരു നേരത്തെ തന്നെ അറിയണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലസ്റ്റേഴ്സ് എത്ര വേണം എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു നോളജ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഈസ് വൺ മേജർ ഡ്രോബാക്ക് ഓഫ് k-means അൽഗോരിതം. മനസ്സിലായോ k-means ക്ലസ്റ്ററിംഗ്? k-means clustering മനസ്സിലായോ? Did you understand k-means clustering? Please answer. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാനാണ് ചോദിക്കുന്നത്. ഓക്കെ മാം, നെക്സ്റ്റ് അവർ ഉണ്ട്. നെക്സ്റ്റ് അവർ ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ക്ലസ്റ്ററിംഗ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, യു ക്യാൻ ലീവ്. താങ്ക് യു.